ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗോളം എന്ന മൂവിയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സംജാത് PS ആണ് ഇതിൻ്റെ ഡയറക്ടർ. പുള്ളി തന്നെയാണ് ഇതിൽ റൈറ്റ് ചെയ്തിരിക്കുന്നത്. പ്രവീൺ വിശ്വനാഥും ഇതിൽ റൈറ്റ് ചെയ്തിട്ടുണ്ട്. ആനി സജീവ് PK എന്നിവരാണ് ഇതിലെ പ്രൊഡ്യൂസേഴ്സ്. പിന്നെ ആൽബിൻ സാവിൻ തോമസ് പുള്ളിയാണ് ഇതിലെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഇതിൽ അഭിനയിച്ചിരിക്കണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ രഞ്ജിത്ത് സജീവ്, ദിലീഷ് പോത്തൻ, സിദ്ദിഖ്, പിന്നെ കുറേ പുതുമുഖങ്ങളായിട്ടുള്ള കുറേ താരനിരകൾ ഇതിൽ ഉണ്ട്. ഇവരെ എല്ലാവരും ഓവറോൾ വെച്ച് നോക്കുകയാണെന്നെങ്കിൽ ഈ പടം അടിപൊളി പടം എന്ന് തന്നെ പറയാം. ഇതിൽ രഞ്ജിത്ത് സജീവിൻ്റെ ക്യാരക്ടറാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. പുള്ളിയുടെ കൽബ് എന്ന മൂവി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. കിടിലനായിട്ട് പുള്ളി അതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാനും കുറച്ച് ലൈറ്റായിട്ടാണ് ആ പടം പോയി കണ്ടതെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിലും അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, പുള്ളിയുടെ ഒരു സിഗ്നേച്ചർ പുള്ളി ഇതിൽ കാണിച്ചു തന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ പുള്ളിയുടെ പല ക്യാരക്ടറിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ ക്യാരക്ടർ. പോലീസ് വേഷത്തിലാണ് പുള്ളി ഇതിൽ അഭിനയിക്കുന്നത്. പുള്ളിയുടെ ബോഡി സ്റ്റൈലാണെങ്കിൽ എല്ലാം ഈ കഥാപാത്രത്തിന് ഭയങ്കരമായിട്ട് സ്യൂട്ടാകുന്നുണ്ട്. എനിക്കും വ്യക്തിപരമായിട്ട് പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ ആക്ടിങ്ങും ഭയങ്കര അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഓവറോൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഒക്കെ കിടിലനാണ്. നമ്മളെ തുടക്കം തൊട്ട് അവസാനം വരെ ഭയങ്കര ഒരു എന്താ പറയുക, എന്താണ് അടുത്തത് എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് അവസാനം വരെ കൊണ്ടുവരുന്നത്. ഇതിനൊരു സെക്കൻഡ് പാർട്ടും കൂടി വരുന്നുണ്ട്. കാരണം ഫസ്റ്റ് പാർട്ട് മാത്രമേ ഇതിൽ തീർന്നിട്ടുള്ളൂ. സണ്ണി വൈനും ഇതിൽ സെക്കൻഡ് പാർട്ടിലായിരിക്കും വരുന്നത്. സണ്ണി വൈനിൽ ചെറിയൊരു സീൻ ഇതിലുള്ള ചെറുതായിട്ടൊരു സീനുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി സെക്കൻഡ് പാർട്ട് ഉണ്ടെങ്കിൽ അതിലായിരിക്കും വരുന്നത്. സെക്കൻഡ് പാർട്ട് ഓൾറെഡി ഉണ്ട്. അവർ സെക്കൻഡ് പാർട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയാണ് വെച്ചിരിക്കുന്നത് ഈ പടം തന്നെ. അപ്പോൾ ഈ എന്താ പറയുക, ഇപ്പം ഇറങ്ങിയേക്കുന്ന മൂവികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി 2 മൂവിയാണ്. അതിൽ ഒരു മൂവി ഈ മൂവിയാണ്, ഗോളം എന്നുള്ള മൂവിയാണ്. കാരണം എന്ന് വെച്ചാൽ അതിലൊരു ഡയറക്ഷൻ ആയാലും അതിൽ ആക്ടിങ് ആയാലും നമ്മളെ കൊണ്ടുപോകുന്ന ഒരു സ്റ്റൈൽ തന്നെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. കാരണം എവിടെയും ബോറടിപ്പിക്കുന്നില്ല, എവിടെയും ലാഗുമില്ല, നമ്മളൊരു നിമിഷം പോലും ചിന്തിക്കണില്ല. കാരണം എന്ന് വെച്ചാൽ അടുത്തത് എന്താണ് നടക്കാൻ പോകുന്നത്, എങ്ങനെയാണ് അത് സോൾവ് ചെയ്യാൻ പോകുന്നത്, ഇതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ കൂടി പോയത്. അതുപോലെ തന്നെയാണ് എല്ലാവർക്കും അവിടെ കണ്ടത് തന്നെ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഇതൊരു പോലീസ് സ്റ്റോറിയാണ്, ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറി തന്നെയാണ്. ഒരാൾ ഒരു ഓഫീസിൽ മരിക്കുന്നു. അയാൾ എങ്ങനെ മരിച്ചെന്ന് ഒരാൾക്കും ഒരു പിടി കിട്ടുന്നില്ല. അതിനന്വേഷിച്ച് പോകുമ്പോൾ വേറൊരു കഥകൾ വരുന്നു. ഇതാണ് സത്യത്തിൽ പറഞ്ഞ ആ മൂവി. പക്ഷേ ഇത് ശരിക്കും കണ്ടാലേ, ഞാൻ ജസ്റ്റ് ഒന്നൊരു ഓവറോൾ ഒരു റിവ്യൂ പോലെ മാത്രം പറഞ്ഞുള്ളൂ. നിങ്ങൾ എല്ലാവരും പോയി കാണുക. നിങ്ങളൊരു 100 രൂപ കൊടുക്കുകയാണെങ്കിൽ ഒരു 1000 രൂപയുടെ ഒരു എക്സ്പീരിയൻസ് ആ മൂവി നൽകും. ഒരു ചെറിയ പടം പോലെ കൊണ്ടുവന്നെങ്കിലും പടം ഒരു കിടിലൻ മൂവി തന്നെയാണ്. ഇപ്പോൾ നിൽക്കുന്ന മമ്മൂട്ടിയുടെ പടം ആയാലും ആസിഫിൻ്റെയും ബിജു മേനോൻ്റെയും പടമായാലും ആ പടങ്ങൾക്ക് ഒരു എന്താ പറയുക, കോമ്പറ്റീഷൻ കൊടുക്കുന്ന ഒരു പടം തന്നെയാണ് ഈ പടം. കാരണം എന്ന് വെച്ചാൽ അവരുടെ ആ പടം ഞാൻ കണ്ടായിരുന്നു, ഈ പടം കണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിൽ 2 പടം മാത്രമേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. വെച്ചാൽ 2 പടം വേറൊരു സ്റ്റൈലിൽ കൊണ്ടുവന്നു. 2ഉം പോലീസ് സ്റ്റോറിയാണ്, എന്നാലും 2ഉം 2 തരത്തിലുള്ള ഒരു സ്റ്റോറിയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ പടം പോയി കാണുക. ദിലീഷ് പോത്തൻ്റെയും എടുത്തു പറഞ്ഞോട്ടോ, പുള്ളിയാണ് ഈ കഥയിലെ മെയിനായിട്ടുള്ള ഒരു നട്ടെല്ലെന്ന് തന്നെ പറയാം. പുള്ളിയുടെ ഒരിത് പിടിച്ചാണ് കഥ തന്നെ പോകുന്നത്. പിന്നെ എന്താ പറയുക, അടുത്ത പറയുന്ന സിദ്ദിഖ് ഇതിൽ നല്ല രീതിയിൽ, സിദ്ദിഖ് ഇതിലൊരു ഡോക്ടറായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. എന്നാലും പുള്ളി നല്ല കിടിലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ പിന്നെ പറയാവുന്നത് കുറേ ആൾക്കാരുണ്ട്. കുറേ എന്താ പറയുക, ദിലീഷ് പോത്തൻ്റെ ഓഫീസിലെ കുറേ സ്റ്റാഫുകളായിട്ട് വർക്ക് ചെയ്ത കുറേ പേരുണ്ട്. അവരെല്ലാവരും കിടിലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു സെക്കൻഡ് പോലും നമുക്കൊരു ഇത് തോന്നിയില്ല. കാരണം അവരുടെ ഒരു ആക്ടിങ്ങും സ്റ്റൈലും അതേപോലെയായിരുന്നു. ശരിക്കും ഇതിനെല്ലാത്തിനും ഒരു ക്ലാപ്പ് കൊടുക്കേണ്ടത് ഡയറക്ടർക്കാണ്. പുള്ളി ആ സ്റ്റൈലിൽ തന്നെ കഥ കൊണ്ടുപോയി. അത് എഴുതിയേക്കുന്നതും അടിപൊളി തന്നെയാണ്. വെച്ചാൽ നമ്മളൊരു എഴുതിയത് സ്ക്രീനിൽ കൊണ്ടുവരുമ്പോൾ ഭയങ്കര പ്രയാസമുള്ള കാര്യങ്ങളായിരിക്കും. വെച്ചാൽ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ കാണുന്ന ഒരു വിഷ്വൽ അത് സ്ക്രീനിലോട്ട് കൊണ്ടുവരാൻ പുള്ളിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് തന്നെ ഞാൻ പറയും. കാരണം എന്ന് വെച്ചാൽ നമുക്കും അതുപോലൊരു കണ്ടു ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക, സാധാ ഒരു ഊണ് കഴിക്കാൻ വേണ്ടി പോയിട്ട് ബിരിയാണി കിട്ടിയാൽ എങ്ങനെ ഇരിക്കും, അതേപോലത്തെ ഒരു ഫീലായിരുന്നു എനിക്ക് ആ പടം കണ്ടപ്പോൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാണ്ടിരിക്കേണ്ട ഒരു കാരണവും അതിൽ തന്നെ ഇല്ല. കാരണം ഫാമിലി ആയിട്ട് പോണവർക്കും യൂത്തായിട്ട് പോണവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം അതേപോലെയാണ് ആ മൂവി ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങൾ ആ മൂവി പോയി കാണണം. കാരണം ഒരു നല്ലൊരു മൂവിയാണ്. നിങ്ങൾ കണ്ടിരിക്കുക. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും ആ പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളും വെയിറ്റ് ചെയ്യും. അപ്പോൾ ബൈ. ഇത്രയല്ല എൻ്റെ മൂവിയുടെ റിവ്യൂ. ഓക്കെ, ബൈ.